നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ കുട്ടി മരിച്ചു. പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാനുൽ ഫാരിസിന്റെ മകൾ 5 വയസ്സുകാരി സിയ ഫാരിസാണ് മരിച്ചത്. പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധയേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പുലർച്ചെ മരിച്ച കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച് ഖബറടക്കി. തലയിൽ ഉൾപ്പെടെ കടിയേറ്റാൽ ആദ്യം എടുക്കേണ്ട ERIG കുത്തിവയ്പ് ആദ്യം തന്നെ എടുക്കാത്തത് നിസയുടെ മരണത്തിന് കാരണമായെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ. ERG കുത്തിവയ്പ് തിരൂരങ്ങാടി ആശുപത്രിയിൽ എടുത്തില്ല. മെഡിക്കൽ കോളേജിൽ എടുത്താൽ മതിയെന്ന് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നു. ഈ കാലതാമസവും തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. നായകടിയേറ്റ കുട്ടിക്ക് പ്രഥമ ശുശ്രൂഷയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടാകാമെന്നും ഡോക്ടർമാർ. കടിയേറ്റ ഉടൻ മുറിവ് സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ ആഘാതം കുറഞ്ഞേനെയെന്ന് ഡോക്ടർ അസ്ന. കുട്ടിക്ക് തലയിലും ചുണ്ടിലും കാലിലും മുറിവുണ്ടായിരുന്നു. ശരീരത്തിൽ 13 മുറിവുകൾ ഉണ്ടായി. മുറിവ് സോപ്പ് ഉപയോഗിച്ച് കഴുകിയ ശേഷം മാത്രമേ ആശുപത്രിയിൽ കൊണ്ടുപോകാവൂ എന്നും ഡോക്ടർമാർ. റാപ്പർ വേടൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിലെ FIR വിവരങ്ങൾ ന്യൂസ് 18. കഞ്ചാവ് വലിക്കുന്നതിനിടെയാണ് വേടനും സംഘവും പിടിയിലായത്. ചാലക്കുടി സ്വദേശി ആഷിക്കിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയത്. കഞ്ചാവ് പൊടിക്കാനുള്ള ക്രഷർ, തൂക്കാനുള്ള ഡിജിറ്റൽ ത്രാസ്, ചുരുട്ടാനുള്ള പേപ്പർ എന്നിവയും പിടിച്ചെടുത്തു. ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ചുമത്തിയാണ് പോലീസിന്റെ FIR. വേടനെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വനം വകുപ്പ്. മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. പുലിപ്പല്ല് കൈവശം വെച്ചതിന് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത വേടനെ കോടനാട്ടെ വനം വകുപ്പിന്റെ ഓഫീസിൽ എത്തിച്ചിരുന്നു. രാവിലെ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തി. ഉച്ചയ്ക്ക് ശേഷം പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. വേടന് പുലിപ്പല്ല് സമ്മാനമായി നൽകിയ രഞ്ജിത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നെന്ന് കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അധീഷ് R. ശ്രീലങ്കൻ വംശജനായ ഇയാൾ ചെന്നൈയിൽ വെച്ചാണ് സമ്മാനം നൽകിയത്. യഥാർത്ഥ പുലിപ്പല്ല് ആണോ എന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് വേടൻ മൊഴി നൽകി. അറിവില്ലാതെയും നിരോധിത ഉൽപ്പന്നങ്ങൾ കയ്യിൽ വെക്കുന്നത് കുറ്റകരമെന്ന് റേഞ്ച് ഓഫീസർ. റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. പുലിപ്പല്ല് ആരാധകൻ നൽകിയതാണോ എന്ന് കോടതിയിൽ തെളിയിക്കണം. വേടനെതിരെ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെന്നും മന്ത്രി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നിർമ്മാണ സഹായി ജോഷി എക്സൈസിന് മുമ്പിൽ ഹാജരായി. ഉച്ചയോടെ എത്താമെന്ന് ബിഗ് ബോസ് ജേതാവ് ജിൻഡോ അറിയിച്ചു. കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതി തസ്ലീമ സുൽത്താനയുമായി ഇരുവർക്കുമുള്ള ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യുന്നത്. സജി നന്ദ്യാട്ടിനെതിരെ ഫിലിം ചേംബറിൽ കത്ത് നൽകി ഫെഫ്ക. സിനിമാ താരങ്ങളെക്കാൾ ടെക്നീഷ്യന്മാരാണ് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നത് എന്ന പരാമർശത്തിനെതിരെയാണ് പരാതി. സജി നന്ദ്യാട്ടിനെ നിയന്ത്രിക്കണമെന്ന് B. ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട 4 വിദ്യാർത്ഥികളെ കോളേജ് പുറത്താക്കി. ആകാശ്, ആദിത്യൻ, അഭിരാജ്, അനുരാജ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത്. പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് അനുവദിക്കില്ല. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി. ജർമ്മൻ കോൺസുലേറ്റിലാണ് ഇമെയിൽ ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന ആരംഭിച്ചു. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2 തുറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. ഹെഡ്ഗേവാർ വിവാദത്തിൽ ഏറ്റുമുട്ടി പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ. കയ്യാങ്കളി ഉണ്ടായത് കൗൺസിൽ യോഗത്തിൽ. ആരാണ് ഈ ഹെഡ്ഗേവാർ എന്ന ചോദ്യം ഉന്നയിച്ചുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി UDF LDF അംഗങ്ങൾ. പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടാണ് കയ്യാങ്കളി. പേരുമായി മുന്നോട്ടു തന്നെയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി NIA. ആക്രമണ രംഗം NIA പുനരാവിഷ്കരിച്ചു. നിർണായക സാക്ഷിയെ ബൈസണിൽ എത്തിച്ചാണ് രംഗം പുനരാവിഷ്കരിച്ചത്. ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഭീകരർ കാണാതെ മരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഭീകരരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മലയാളിയായ ശ്രീജിത്തിന്റെ മൊഴിയും NIA രേഖപ്പെടുത്തി.
ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. സാംബ കട്വ അതിർത്തിയിലൂടെ 1.5 വർഷം മുമ്പാണ് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതെന്ന് വിവരം. ഇവർ ഇപ്പോൾ അനന്ത്നാഗ് മലനിരകളിൽ ഉണ്ടെന്ന് നിഗമനം. പഹൽഗാമിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹാഷിം മുസ പാക് ആർമിയിലെ മുൻ സ്പെഷ്യൽ കമാൻഡോയാണ്. നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു. പിടിയിലായ BSF ജവാൻ പൂർണ്ണം സാഹുവിനെ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്ന് മാറ്റിയതായി സൂചന. കസ്റ്റഡിയിൽ എടുത്ത് 6 ദിവസത്തിന് ശേഷവും ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അബദ്ധത്തിൽ അതിർത്തി കടന്ന ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എന്നാൽ ജവാൻ കസ്റ്റഡിയിലുണ്ടെന്ന ഔദ്യോഗിക കുറിപ്പ് പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യക്ക് കൈമാറിയിട്ടുമില്ല. പഹൽഗാം ആക്രമണ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ച ഇന്ത്യ ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന ആരോപണം. പാകിസ്ഥാൻ ഭീകരവാദത്തിന് വെള്ളവും വളവും ഇടുന്ന രാജ്യമാണെന്നും വിമർശനം. പഹൽഗാം ഭീകരാക്രമണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് തുടരുന്നു. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കടന്നാക്രമിച്ച് കോൺഗ്രസ് രംഗത്ത്. അതിർത്തിയിൽ നിന്ന് 200 മീറ്റർ അകലെയുള്ള പഹൽഗാമിൽ ഭീകരർ എങ്ങനെ എത്തിയതെന്ന ചോദ്യവും ഉന്നയിച്ച് കോൺഗ്രസ്. സർക്കാരിന് മൗനമെന്നും ആരോപണം. തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് പങ്കുവച്ചത്. കോൺഗ്രസ് പാകിസ്ഥാൻ ഏജന്റുമാരെയാണ് BJPയുടെ മറുപടി. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഉടൻ വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി. ഭീകരതയ്ക്കെതിരെ എപ്പോഴും ഒരുമിച്ച് നിൽക്കുമെന്ന് ഇന്ത്യ കാണിക്കണം. രാഹുൽ ഗാന്ധി തന്റെ കത്തിൽ വ്യക്തമാക്കി. പ്രത്യേക സമ്മേളനം ആവശ്യപ്പെടുന്ന കത്ത് രാഹുൽ ഗാന്ധി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. കശ്മീരിലെ 48 ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു. ഭീകരർക്കായി വ്യാപകമായി തിരച്ചിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് ജമ്മു കശ്മീർ സർക്കാരിന്റെ തീരുമാനം. 48 കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാകിസ്ഥാന് മിസൈൽ നൽകി ചൈന. അത്യന്താധുനിക ദീർഘദൂര എയർ ടു എയർ മിസൈലായ PL-15 ആണ് കൈമാറിയത്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇവയെന്ന് റിപ്പോർട്ട്. കാനഡയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി വിജയത്തിനരികിൽ. ലിബറൽ പാർട്ടി തുടർച്ചയായി 4ാം തവണയും അധികാരത്തിൽ. 343 അംഗ ജനപ്രതിനിധി സഭയിലേക്ക് 165 സീറ്റ് നേടിയാണ് വിജയിച്ചത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ പിയറി പരാജയം സമ്മതിച്ചു. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ല. ഇതുവരെ സർക്കാരോ അദാനി പോർട്ട് അധികൃതരോ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ സർക്കാരിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അതേസമയം ചടങ്ങിലേക്ക് MP ശശി തരൂരിനും സ്ഥലം MLA M വിൻസെന്റിനും ക്ഷണമുണ്ട്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുക്കുമെന്ന് M വിൻസെന്റ് MLA. വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്. അവിടെ ഒന്നിൽ നിന്നും വിട്ടുനിൽക്കില്ല. പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് ക്രെഡിറ്റ് തട്ടിയെടുക്കാനെന്നും വിൻസെന്റ്. ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ADGP മനോജ് എബ്രഹാമിന്റെ ഒഴിവിലേക്ക് തൽക്കാലം പുതിയ നിയമനം ഉണ്ടാകില്ലെന്ന് സൂചന. പകരം 2 IG-മാർക്ക് ക്രമസമാധാന ചുമതല നൽകും. പോലീസ് മേധാവി മേൽനോട്ടം വഹിക്കും. തിരുവനന്തപുരം ആറ്റിങ്ങൽ മാമത്ത് സ്വിഫ്റ്റ് ബസ്സിന് തീപിടിച്ചു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ബസ്സിൽ 20ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ആളപായമില്ല. കാട്ടാനയെ കണ്ട് ഭയന്നോടിയ കർഷകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചക്കനാനിക്കൽ CM പ്രകാശാണ് മരിച്ചത്. കോതമംഗലം കുട്ടമ്പുഴ പിണവൂർക്കുടി ആദിവാസി കോളനിയിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 2 മണിയോടെ വീടിന് സമീപമെത്തിയ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭയന്ന് ഓടിയതിനു പിന്നാലെയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഷൊർണൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെത്തിയത്. 3 പേരും സുരക്ഷിതരെന്ന് പോലീസ് അറിയിച്ചു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുമാണ് 3 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളെ ഇന്നലെ രാവിലെ മുതൽ കാണാതെ. കാസർഗോഡ് ബേക്കലിൽ രേഖകളില്ലാതെ
കടത്തുകയായിരുന്ന 1 കോടി രൂപ പിടികൂടി. കാറിൽ കൊണ്ടുപോവുകയായിരുന്ന തുക തൃക്കണ്ണാട് വെച്ചാണ് പോലീസ് പിടിച്ചത്. മേൽപ്പറമ്പ് സ്വദേശി അബ്ദുൽ ഖാദറിൽ നിന്നാണ് 1 കോടി രൂപ കണ്ടെടുത്തത്. പി അൻവർ തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് പാളയത്തിലെത്തുമെന്ന് സൂചന. കോൺഗ്രസ് നേതൃത്വവുമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായതായാണ് വിവരം. മലപ്പുറത്തു നിന്നുള്ള ഒരു വിഭാഗം നേതാക്കളുടെ വിയോജിപ്പ് തുടരുന്നതിനിടെയാണ് അൻവറിന്റെ പാർട്ടിയിൽ ഉൾപ്പെടുത്താനുള്ള നിർണായക ചർച്ചകൾ രഹസ്യമായി പുരോഗമിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് വിട്ട് അൻവർ കോൺഗ്രസിൽ ചേക്കേറില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം EA സുഗു. തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കമ്മിറ്റിയും ഭാരവാഹികളും എല്ലാം രൂപീകരിച്ച് കഴിഞ്ഞതാണ്. TMCയെ UDFന്റെ ഘടകകക്ഷിയാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും സുഗു. അന്തരിച്ച വിഖ്യാത സംവിധായകനും ഛായാഗ്രഹകനുമായ ഷാജി N കരുണിന് വിട ചൊല്ലാൻ സാംസ്കാരിക ലോകം. സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 4-ന് ശാന്തി കവാടത്തിൽ നടക്കും. രാവിലെ മുതൽ കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനമുണ്ടായിരുന്നു. കേരളത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന സിനിമകളായിരുന്നു ഷാജി N കരുണിൻ്റേതെന്ന് മന്ത്രി സജി ചെറിയാൻ. മികച്ച ഭരണകർത്താവ് കൂടി ആയിരുന്നു അദ്ദേഹം. സിനിമാ നയരൂപീകരണ സമിതിയിലെ ചെയർമാനായിരുന്നു. സാംസ്കാരിക മേഖലയ്ക്കും ഒരുപാട് സംഭാവന നൽകിയെന്ന് സജി ചെറിയാൻ. തിരുവനന്തപുരം പോത്തങ്കോട് ഗുണ്ടാപ്പകയ്ക്കൊടുവിൽ യുവാവിനെ കൊന്ന് കാൽ വെട്ടിയെറിഞ്ഞ കേസിൽ 11 പ്രതികളും കുറ്റക്കാർ. ഗുണ്ടാ നേതാവ് ഒട്ടകം രാജേഷ് ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. ശിക്ഷ നാളെ നെടുമങ്ങാട് SC/ST കോടതി വിധിക്കും. മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് 11 പേരടങ്ങുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കാട്ടാക്കട ആദിശേഖർ വധക്കേസിൽ വിധി പറയുന്നത് മെയ് 6-ലേക്ക് മാറ്റി. അഡീഷണൽ സെഷൻസ് കോടതി 6-ന്റേതാണ് തീരുമാനം. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനാണ് കേസിലെ ഏക പ്രതി. പുളിങ്കോട് ക്ഷേത്രത്തിലെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യം കാരണമാണ് കൊലപാതകമെന്നാണ് കേസ്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി മരുന്ന് കേസിൽ കുടുക്കി ഒളിവിൽ പോയ മുഖ്യപ്രതി നാരായണദാസിനെ ഇന്ന് നാട്ടിലെത്തിക്കും. ബംഗളൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ACP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നേരത്തെ തള്ളി. നിർമ്മാതാക്കൾക്കെതിരായ പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിൽ സന്തോഷമെന്ന് സാന്ദ്ര തോമസ്. അന്തിമ വിജയം തനിക്കൊപ്പമായിരിക്കും. സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ ആണ് പോരാട്ടം. പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു. തനിക്ക് അപ്രഖ്യാപിത വിലക്കുണ്ടെന്നും സാന്ദ്ര തോമസ്. ഭൂപതിവ് ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീട് വയ്ക്കാനും കൃഷി ആവശ്യത്തിനും പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്രമവൽക്കരിച്ച് നൽകുകയാണ് നിയമ ഭേദഗതിയുടെ ഉദ്ദേശം. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ദീപ രാജ്കുമാർ രാജിവെച്ചു. രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. കോൺഗ്രസ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്നാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 1 മാസം മുമ്പ് ഇതേ അംഗങ്ങൾ ദീപ രാജ്കുമാറിന്റെ പേരിൽ വ്യാജ രാജിക്കത്തും കൈമാറി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യയുമായുള്ള സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര തലത്തിൽ നടപടികൾ എടുക്കണമെന്ന് പാക് സർക്കാരിനോട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. യുദ്ധസമാനമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ എതിർക്കുന്നുവെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു. ലാഹോറിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി നവാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി. സിന്ധു നദീജല ഉടമ്പട കരാർ നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം മേഖലയിൽ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചതായി ഷഹബാസ് ഷെരീഫ്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ യുദ്ധസമാനമായ സമീപനമെന്ന് പാകിസ്ഥാൻ. പ്രകോപനപരമായ നിലപാടാണ് ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നതെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ്. സൈന്യം ജാഗരൂകമെന്നും പാക് മന്ത്രി. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് മെയ് 7 മുതൽ നടക്കും. ഇതിനായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. 80 വയസ്സിൽ താഴെയുള്ള 138 കർദിനാൾമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുക. ഇന്ത്യയിൽ നിന്നുള്ള 4 കർദിനാൾമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കും.
കാനഡയിൽ കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഡിപ്ലോമ വിദ്യാർത്ഥിയായ വൻഷികയെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സ്ഥിരീകരിച്ചു. മരണകാരണം അന്വേഷിച്ചു വരികയാണെന്ന് ലോക്കൽ പോലീസ് അറിയിച്ചു. 5 ദിവസം മുമ്പാണ് വൻഷികയെ കാണാതായത്. യുക്രൈനെതിരെ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച റഷ്യ. മെയ് 8 മുതൽ 10 വരെ വെടിനിർത്തലെന്ന് പ്രഖ്യാപനം. 2ാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയത്തെ അനുസ്മരിപ്പിക്കുന്ന ആഘോഷം നടക്കുന്നതിനാലാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. യുക്രൈനിൽ നിന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായി റഷ്യ. കുവൈത്തിൽ 5 കുറ്റവാളികളെ തൂക്കിലേറ്റി. സുലൈബിയ സെൻട്രൽ ജയിലിലാണ് വധശിക്ഷ നടപ്പാക്കിയത്. കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരാണ് വധശിക്ഷയ്ക്ക് വിധേയരായത്. ആകെ 8 പേരുടെ വധശിക്ഷ നടപ്പാക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ബ്ലഡ് മണി സ്വീകരിച്ചതിനെ തുടർന്ന് 2 പേരുടെ വധശിക്ഷയിൽ ഇളവ് നൽകുകയും മറ്റൊരാളുടെ വധശിക്ഷ അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു. ഒമാനിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിലൊന്നായ മോൾ ഓഫ് മസ്കത്ത് നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന്. ഇത് സംബന്ധിച്ച ദീർഘകാല കരാറിൽ ലുലു ഗ്രൂപ്പും ഒമാൻ സർക്കാർ സോവറൈൻ ഫണ്ടായ തമാനി ഗ്ലോബലും തമ്മിൽ ധാരണയായി. തെക്കൻ ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളെ ഇരുട്ടിലാക്കിയ വൈദ്യുതി മുടക്കത്തിന് പരിഹാരമായി. മണിക്കൂറുകളോളം വൈദ്യുതി നിലച്ചത് കാരണം ഈ രാജ്യങ്ങളിലെ ആശയവിനിമയ ഗതാഗത ശൃംഖലകൾ അടക്കം മുടങ്ങി. വിമാന സർവീസുകളെ അടക്കം ബാധിച്ച വൈദ്യുതി മുടക്കം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിച്ചു. വൈദ്യുതി മുടക്കത്തിന്റെ കാരണം അന്വേഷിക്കാൻ വിവിധ സർക്കാരുകൾ ഉത്തരവിട്ടു. ടെക്സാസിലെ ഓസ്റ്റിൻ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാളും സെന്റ് തോമസ് ദിനാചരണവും നടന്നു. ഗീവർഗീസ് കോർ എപ്പിസ്കോപ്പ ചട്ടത്തിൽ, ബോബി ജോസഫ് കോർ എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ ജോസഫ് മത്തായി എന്നിവരുടെ കാർമ്മികത്വത്തിൽ കുർബാനയും നടന്നു. ബ്ലൂം ഫെസ്റ്റ് എന്ന പേരിൽ കാർണിവലും കേരള ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. അക്ഷയ തൃതീയ പ്രമാണിച്ച് നാളെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ വിപുലമായ ആഘോഷങ്ങൾ. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, കോയിനുകൾ എന്നിവ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നതിനുള്ള തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചു. പ്രേക്ഷകരെ
പഞ്ചാബിനെതിരായ കൊൽക്കത്തയുടെ മത്സരം മഴ മൂലം റദ്ദാക്കിയിരുന്നു. അതേസമയം ജയിച്ചാൽ ബാംഗ്ലൂരിനെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താൻ ഡൽഹിക്ക് കഴിയും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗുരുവായൂരിൽ ബുധനാഴ്ച വിവാഹ ബുക്കിംഗ് 140 കടന്നു. ദർശനത്തിന് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തും. ചടങ്ങുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 5 മണി മുതൽ കല്യാണങ്ങൾ നടത്തും. താലികെട്ടിനായി കൂടുതൽ മണ്ഡപങ്ങൾ സജ്ജമാക്കും. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയതും സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായതും ഈ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന പദ്ധതികൾ വരണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പത്തനാപുരം MLA റോഡ് നവീകരണത്തിനായി കൊണ്ടുവന്ന പുതിയ ടെക്നോളജി പാളി. ആധുനിക സംവിധാനമായ FDR ടെക്നോളജിയിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. റോഡ് ലെവൽ ചെയ്ത FDR മിശ്രിതം ഇട്ടുകഴിഞ്ഞാൽ 72 മണിക്കൂറിനകം ടാർ ചെയ്യണമെന്നതാണ് പ്രധാന സാങ്കേതികത്വം. എന്നാൽ റോഡ് ലെവൽ ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും ടാർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. റോഡ് നിർമ്മാണം മുടങ്ങിയതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. വിദ്യാർത്ഥികൾക്കിടയിൽ കാൽപന്തിനെ ലഹരിയാക്കാൻ ഫുട്ബോൾ പരിശീലനം. വിഷൻ 32 എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കായംകുളം ചെട്ടിക്കുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കമായത്. 5 മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത്. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. നമസ്കാരം.